എടത്വയിൽ പൊതുസ്ഥലത്തെ മദ്യപാനം ചോദ്യം ചെയ്ത എടത്വ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് എടത്വ മണ്ഡലം പ്രസിഡന്റ് അൽഫോൻസ് പനമ്പറമ്പിലും സംഘവും ആക്രമിച്ചു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് മനീഷ് മഹിപാലാണ്. മനീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോൺഗ്രസിൻ്റെ എടത്വ മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനമ്പറമ്പിൽ, കുര്യൻ പനമ്പറമ്പിൽ, അമൽ, ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള അമൽ കുര്യൻ, ജോർജ് കുട്ടി എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത് എന്നാണ് പോലീസിൻ്റെ ഭാഗം. അതായത് ഇന്ന് ഉച്ചയോടുകൂടി എടത്വ തായങ്കരി ഭാഗത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിലിരുന്ന് ചില ആളുകൾ മദ്യപിക്കുന്നെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ഈ പരാതിയെ തുടർന്നാണ് എടത്വ CAയും സംഘവും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയ സമയത്താണ് ഈ മണ്ഡലം പ്രസിഡന്റിനെ ഒക്കെ തന്നെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വന്നത്. ആ സമയത്ത് ഇത് സ്വകാര്യ ഭൂമിയാണ്, ഇവിടെ നിന്ന് മദ്യപിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നാണ് ഈ എടത്വ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് പനമ്പറമ്പിൽ പറഞ്ഞത്. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങൾ പകർത്തി ഇവരോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇതിനൊന്നും തയ്യാറാകാൻ ഈ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, അവിടെ ഉണ്ടായിരുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ കയ്യേറ്റം ചെയ്തു എന്നാണ് കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഇവരെ എടത്വ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന്. ഇനി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. എന്താണ് അവിടെ സംഭവിച്ചത്? പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം ചോദ്യം ചെയ്യപ്പെടുന്നു, അതിൽ ആക്രമണം അഴിച്ചുവിടുന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾക്ക് പലയിടത്തും പ്രോപ്പർട്ടി കാണും. അത് നിങ്ങൾ തെളിയിച്ചോ? സാർ അത് തെളിയിക്കുന്ന പിന്നെ തെളിയിച്ചോളാം. സാർ വീഡിയോ എടുത്തോണ്ട് വീട്ടിൽ പോകും. 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 കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. സാർ വണ്ടി എടുത്തോണ്ട് പോകില്ല. വണ്ടിയല്ല, ഞാൻ ആളെ കൊണ്ടുപോകും. ഓ ഇല്ല, സാർ കൊണ്ടുപോകത്തില്ല. എന്നാ അയാൾക്ക് വെള്ളം അടിക്കാൻ എന്റെ ഡ്യൂട്ടി സാർ റോഡിൽ നോക്കിയോ? റോഡിലല്ല, മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ വെള്ളം അടിക്കുന്നുണ്ട്. എന്തോ അത് ഞങ്ങൾ കോടതി പറഞ്ഞോളാം. സാറിന്റെ പണി നോക്കാം.